നമസ്കാരം. പാർലമെന്ററി സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഭരണപക്ഷ തർക്കങ്ങൾ കൊടുമ്പിരികൊണ്ടിരിക്കെ പാർലമെന്ററി ആക്രമണങ്ങൾ നടന്നത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ടാണെന്ന രാഹുൽ ഗാന്ധിയുടെ വാദത്തോട് രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് കേന്ദ്രമന്ത്രി നിത്യാനന്ദ റോയ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിശക്തി പരിശോധിക്കണമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി രാഹുൽ ഗാന്ധിക്ക് ദേശീയ വിഷയത്തിൽ ഒരു ധാരണയുമില്ലെന്നും ഉണ്ടാക്കാനൊട്ടും ആഗ്രഹിക്കുന്നില്ലെന്നും തുറന്നടിച്ചു. രാഹുൽ ഗാന്ധി ഏത് നിമിഷം എന്ത് പറയുമെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് ബുദ്ധിയുമില്ല, അതൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. വിഷയം എന്തുമായിക്കോട്ടെ, തന്റെ സ്ഥിരം പല്ലവി പാടുക എന്നതിലപ്പുറം ഒന്നും ചെയ്യാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. കൂടാതെ തന്റെ വായ തുറക്കുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി അല്പം ചിന്തിക്കാൻ തയ്യാറാകണമെന്നും നിത്യാനന്ദ റോയ് അഭ്യർത്ഥിച്ചു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇപ്രകാരമായിരുന്നു: എന്തുകൊണ്ടാണ് സുരക്ഷാ ലംഘനം പാർലമെന്റിൽ സംഭവിച്ചത്? രാജ്യത്തെ പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾ കാരണം രാജ്യത്തെ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല. ഈ സംഭവം തൊഴിലില്ലായ്മയുടെയും വിലക്കയറ്റത്തിന്റെയും നേരിട്ടുള്ള വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ അത്ഭുതപൂർണമായ വളർച്ചയാണ് കഴിഞ്ഞ 9 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. 2030 ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് ബ്ലൂംബർഗ് പോലുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഏതാണ്ട് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും പ്രവചിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഉൽപാദന രംഗം കഴിഞ്ഞ ഏതാനും വർഷത്തിനുള്ളിൽ അത്ഭുതപൂർണമായ വളർച്ചയാണ് കാണിക്കുന്നത്. ലോകത്തിലെ പല ഫാക്ടറികളും ചൈനയെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വിലക്കയറ്റം നേരിടാനാണ് റിസർവ് ബാങ്ക് കഴിഞ്ഞ 5 തവണയായി റീപ്പോ റേറ്റ് മാറ്റാതെ നിലനിർത്തുന്നത്. വിലക്കയറ്റം വളരെ ആരോഗ്യകരമായ സംഖ്യയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 9 വർഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ ഇലക്ട്രോണിക് നിർമ്മാണ മേഖല 20 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മോദി സർക്കാർ ഒരു ഇറക്കുമതി നിയന്ത്രണ മാതൃകയാണ് പിന്തുടരുന്നതും. വിവിധ പദ്ധതികളിലൂടെ പ്രാദേശിക ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും നികുതി, ലൈസൻസിംഗ് നിയന്ത്രണങ്ങൾ തുടങ്ങിയ നയപരമായ ഇടപെടലുകളിലൂടെ ഇറക്കുമതിയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് അത്. ഈ പദ്ധതികളിലൂടെ സർക്കാർ എന്താണ് പ്രതീക്ഷിച്ചത് അത് നടപ്പിലാവുകയും വലിയ പരിധിവരെ ആഭ്യന്തര ഉൽപാദനം സ്വയം പര്യാപ്തമാവുകയും ചെയ്തു. ആഭ്യന്തര ഇലക്ട്രോണിക് ഉൽപാദനം സ്വയം പര്യാപ്തതയിലെത്തിയതോടെ ഇറക്കുമതി പകരം വയ്ക്കൽ നയത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തുകയും കയറ്റുമതി കേന്ദ്രീകരിച്ചുള്ള വ്യാപാരത്തിലേക്ക് ചുവട് മാറ്റുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ-ഒക്ടോബർ കാലയളവിൽ ഇലക്ട്രോണിക്സ് കയറ്റുമതി 27.7% വർദ്ധിച്ച് $15.48 ബില്യൺ എത്തിയിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ ഇത് $12.1 ബില്യൺ ആയിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ വർഷം തോറും $3.4 ബില്യൺ വർധനവാണ് കാണിക്കുന്നത്. ഇതിൽ 3 ബില്യൺ അല്ലെങ്കിൽ 88% ലഭിച്ചത് മൊബൈൽ ഫോൺ കയറ്റുമതിയിലൂടെയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഐഫോൺ കയറ്റുമതിയായിരുന്നു. ഇത് $5 ബില്യൺ അഥവാ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയുടെ 1/3 തന്നെ വരും. ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ ഇന്ത്യക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഏകദേശം 2.2% ഒരു ചെറിയ പങ്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് ഏതാണ്ട് 32% വളർച്ച നേടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത്രയൊക്കെ വിവരങ്ങൾ ലഭ്യമായിരിക്കെയാണ് യാതൊരു പഠനവുമില്ലാതെ രാഹുൽ ഗാന്ധി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.